ദിവ്യസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയും അതുപോലെ മയോണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു അത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളി സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 10 തക്കാളി പഴുത്തത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ പാനിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയുടെ ഒരു 1/4 ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, അതുപോലെ 2 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുവേ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുക്കണം. അപ്പോൾ ഇത് തണുക്കാൻ വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഗ്രാമ്പു എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ഗ്രാമ്പു അതുപോലെ 1 പട്ടയും ചേർത്തിരുന്നു, അതും എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി 2 എണ്ണമാണ് ചേർത്തിരുന്നത്, അതിലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് അതിൻ്റെ കുരുവൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും കുരു അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, പുളിക്ക് ആവശ്യത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നന്നായി തെറിക്കും കേട്ടോ, 4 ഭാഗത്തേക്ക് നന്നായി തെറിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡിയായി. നമ്മൾ കാശ്മീരി ചില്ലി ചേർക്കുന്നത് കൊണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടോ. ചിലരിതിൽ ഫുഡ് കളറൊക്കെ ചേർക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ഒരു എരിവും കിട്ടും, കളറും കിട്ടും. ഇനി നമ്മൾ മയോണൈസ് തയ്യാറാക്കുകയാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് അടിച്ചെടുക്കണം. ഇത് എത്രത്തോളം തിക്ക് വേണോ അത്രയും ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തോണ്ടേ ഇരുന്നാൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും കട്ടിയായി കിട്ടും. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തക്കാളി സോസിൻ്റെയും മയോണൈസിൻ്റെയും റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്